കൊച്ചി നഗരം മെട്രോ റെയിലിന്റെ വരവിനായി കാത്തിരിക്കുമ്പോൾ ജീവിതം തന്നെ വഴിമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ഇവിടെ നിന്നും കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾ. മെട്രോ റെയിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി എറണാകുളം നോർത്ത് പാലത്തിനടിയിലെ വ്യാപാരികളെ കുടിയൊഴിപ്പിച്ചിട്ട് 1 വർഷം തികയുന്നു. ഇപ്പോഴും ഇവർക്ക് അർഹമായ പുനരധിവാസം നൽകാൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവർക്ക് താൽക്കാലികമായി നൽകിയിരിക്കുന്നത് മെയിൻ റോഡിൽ നിന്ന് മാറി കച്ചവട സൗകര്യം തീരെ കുറഞ്ഞ റോഡിന്റെ ഒരു ഇടുങ്ങിയ കോണിലാണ്. ഏകദേശം 10 സ്ക്വയർ ഫീറ്റ് മാത്രം വരുന്ന ഇലക്ട്രിസിറ്റി പോലും ലഭിച്ചിട്ടില്ലാത്ത ഈ ഷെഡുകളിലാണ് 10-ൽ കൂടുതൽ വരുന്ന ഈ ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മളിവിടെ അവിടുന്ന് മാറ്റിയിട്ട് 1 വർഷത്തിൽ കൂടുതലായി. ഇവിടെ വെളിച്ചമോ വെള്ളമോ ഒന്നുമില്ല. 5 മണിയാകുമ്പോൾ ഈ കട അടച്ച് പോകേണ്ടി വരും. 5 മണി കഴിഞ്ഞ ശേഷമാണ് ഇവിടെ എന്തെങ്കിലും കച്ചവടം നടക്കണം. അപ്പോൾ ഞങ്ങളുടെ ഇതെന്ന് വെച്ചപ്പോൾ നിങ്ങൾ വന്നപ്പോൾ കണ്ടില്ലേ, ഇവിടെ രാവിലെ 7 മണിക്ക് തുറന്ന് ഇന്ന് ഇതിനകത്ത് ഒരാൾ പോലും കയറിയിട്ടില്ല. ഇവയിൽ കൂടുതലും 2 വീലർ 4 വീലർ വർക്ക്ഷോപ്പുകളും ഇലക്ട്രിക്കൽ ഷോപ്പുകളുമാണ്. സ്ഥലപരിമിതിയും ഇലക്ട്രിസിറ്റി ഇല്ലായ്മയും ഇവരുടെ കച്ചവടത്തെ സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു. കാറിൻ്റെ ഒക്കെ ഉണ്ട്, അതിൻ്റെ സൗകര്യം ഇല്ലാത്ത 2 വീലർ മാത്രമാക്കി ഒരു അഡ്രസ്സിന് മാത്രമാണ് ഭരിക്കുന്നത്. ഞങ്ങളാണെങ്കിൽ കംപ്രസർ എയർ അടിക്കുന്നവരുണ്ട്, പഞ്ചർ ഒട്ടിക്കുന്നവരുണ്ട്, അതൊന്നും ഒട്ടിക്കാറില്ല. ഞങ്ങളാണെങ്കിലും ഈ ട്രോളിയുടെ ഇടപാടൊക്കെ ഉണ്ട്, അതും ചെയ്യാറില്ല. മെയിൻ റോഡിൽ നിന്നും അകലെയായതിനാൽ ഇവിടെ എത്തുന്ന ഉപഭോക്താക്കളും വളരെ കുറവാണ്. മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ കട തുറന്നാൽ വൈകുന്നേരം വരെയും ഉപഭോക്താക്കൾ ആരുമില്ലാതെ വെറുതെ ഇരിക്കേണ്ട അവസ്ഥയാണ് ഇവിടെയെന്നും ഇവർ പറയുന്നു. നാടും നഗരവും മെട്രോ റെയിലിനായി കാത്തിരിക്കുമ്പോൾ ഇവരുടെ ഉപജീവനമാർഗം തന്നെ കൂടുതൽ പരിതാപകരമായി കൊണ്ടിരിക്കുന്നു. ഒരു ഭരണകൂടമോ അല്ലെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷനോ തയ്യാറാക്കുന്ന മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് ഇവിടെ സകലതും മാറ്റിമറിക്കപ്പെടുന്നത്. എന്നാൽ വർഷങ്ങളോളം ഇവിടെ കച്ചവടം നടത്തിവരുന്ന ഇവർക്ക് അർഹമായ പുനരധിവാസം നൽകിയിട്ടാണ് ഗവൺമെന്റ് ഈ മാസ്റ്റർ പ്ലാനുമായി മുൻപോട്ട് പോകുന്നത്. വികസനത്തിന് തടസ്സമാകാതെ ഭൂമി ഒഴിഞ്ഞു പോകുന്നവർക്ക് അർഹമായ നിലവാരമുള്ള മറ്റൊരു ഭൂമി കണ്ടെത്തിക്കൊടുക്കുകയാണ് ഗവൺമെന്റ് ആദ്യമായി ചെയ്യേണ്ടത്. ഇവരാരും വികസന വിരോധികളല്ല. വികസനം എല്ലാവരുടെയും നന്മയ്ക്ക് കാരണമാകട്ടെ, അതാരുടെയും കുത്തകയല്ല. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ജേക്കബിനോടൊപ്പം അഖിൽ കെ സെബാസ്റ്റ്യൻ.